ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് +2 ഹിസ്റ്ററിയിലെ 10ാമത്തെ ചാപ്റ്ററാണ്. കൊളോണിയലിസം അറ്റ് ദ കൺട്രി സൈഡ്. കൊളോണിയലിസവും ഗ്രാമപ്രദേശവും ഔദ്യോഗിക രേഖാലയങ്ങളിലൂടെ ഒരു അന്വേഷണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗ്രാമങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളും അതിന്റെ ഫലമായി ഉയർന്നു വന്ന വിവിധ വിഭാഗങ്ങളും അവരുടെ ചെറുത്തുനിൽപ്പുകളുമാണ് ഈ പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത്. കൊളോണിയലിസം ഗ്രാമപ്രദേശങ്ങളിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പല പുതിയ നികുതി നയങ്ങൾ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കി. ഈ നയങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏകീകൃതമായൊരു നിയമവ്യവസ്ഥയെ നടപ്പിലാക്കി. ഇത് പലരെയും കുടിയൊഴിപ്പിക്കുന്നതിനും ഭൂരഹിതരാക്കുന്നതിനും കാരണമായി. ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നയങ്ങളും അവരുടെ നിയമവ്യവസ്ഥയെ കർഷകരെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ കാൽ കീഴിലെത്തിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഗോത്രവിഭാഗത്തിലെ ജനങ്ങൾ ഈ നിയമങ്ങളെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു. കോളനി വാഴ്ചയ്ക്കെതിരെ ധാരാളം ചെറുത്തുനിൽപ്പുകൾ ഈ കാലഘട്ടത്തിലുണ്ടായി. ആർക്കെതിരെ? കോളനി വാഴ്ചയ്ക്കെതിരെയും മണി ലെൻഡേഴ്സിനെതിരെയും സെമീന്ദാർക്കെതിരെയും ധാരാളം ചെറുത്തുനിൽപ്പുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയുണ്ടായി. കൊളോണിയലിസം ഗ്രാമപ്രദേശങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളുടെ ചരിത്രം പുനർനിർമ്മിക്കാൻ ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന സോഴ്സുകൾ ഏതെല്ലാം എന്നാണ്. റവന്യൂ രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, ജേണലുകൾ, സഞ്ചാരികളുടെ വിവരണങ്ങൾ, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ തുടങ്ങിയവയാണ് ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന സ്രോതസ്സുകൾ. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊളോണിയലിസം ഗ്രാമപ്രദേശങ്ങൾ കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് പറയുന്നത് ബംഗാളും അവിടുത്തെ സെമീന്ദാർമാരെ കുറിച്ചാണ്. കൊളോണിയൽ ഭരണം ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് ബംഗാളിലാണ്. 1764 ബാക്സർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ബംഗാളിന്റെ അവകാശികളായി മാറി. അപ്പോൾ ബാറ്റിൽ ഓഫ് ബക്സർ എന്നാണ് 1764. ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചത് ബംഗാളിലാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് സെറ്റിൽമെന്റ്, അതിനെയാണ് നമ്മൾ സെമീന്ദാരി സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. പെർമനന്റ് സെറ്റിൽമെന്റ് ആൾസോ നോൺ ആസ് സെമീന്ദാരി സിസ്റ്റം. അപ്പോൾ പെർമനന്റ് സെറ്റിൽമെന്റ്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം തുടങ്ങിയ ഭൂനികുതി നിയമങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പാസ്സാക്കുകയുണ്ടായി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആദ്യം നടപ്പിലാക്കിയ ബംഗാളിലും ബീഹാറിലുമാണ്. നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് പറയുന്നത് ബർദ്വാനിലെ ലേലത്തിനെ കുറിച്ചാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ബർദ്വാനിലെ ലേലത്തിന്റെ പ്രസക്തി വിശദീകരിക്കുക. അതിലെ കള്ളക്കളി എന്തായിരുന്നു? ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1797 ബർദ്വാനിൽ ഒരു ലേലം നടന്നു. ബർദ്വാനിലെ രാജയുടെ കൈവശം ഉണ്ടായിരുന്ന അനേക എസ്റ്റേറ്റുകൾ ലേലത്തിൽ വിൽക്കുകയുണ്ടായി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം സെമീന്ദാർമാർ ഒരു നിശ്ചിത തുക ഭൂനികുതിയായി കമ്പനിക്ക് നൽകണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പെർമനന്റ് സെറ്റിൽമെന്റ്? ഇതാരാണ് കൊണ്ടുവന്നത്? കോൺവാലിസ് പ്രഭുവാണ് പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത്. ഇതെന്നാ നടപ്പിലാക്കിയത്? 1793. അപ്പോൾ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെമീന്ദാർമാർ ഒരു നിശ്ചിത തുക ഭൂനികുതിയായി വർഷം തോറും ഗവൺമെന്റിന് നൽകണം. ഭൂനികുതി സ്ഥിരമാണ്, അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. ഭൂനികുതി സ്ഥിരമാണ്, അത് ഒരു കാരണവശാലും വർദ്ധിപ്പിക്കുകയില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം സെമീന്ദാർമാർ ഒരു നിശ്ചിത തുക ഭൂനികുതിയായി കമ്പനിക്ക് കൊടുക്കണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ തുക നൽകാത്തതിൽ സെമീന്ദാർമാർ വീഴ്ച വരുത്തിയതിനാൽ കമ്പനി അവരുടെ ഭൂമികളൊക്കെ കണ്ടുകെട്ടി ലേലം ചെയ്തു. അപ്പോൾ ഈ തുക നൽകാൻ വൈകിയാൽ സെമീന്ദാർമാർ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കമ്പനി അവരുടെ ഭൂമികൾ കണ്ടുകെട്ടി ലേലം ചെയ്ത് വിൽക്കുമെന്നായിരുന്നു വ്യവസ്ഥ. ബർദ്വാനിലെ രാജ ഭൂനികുതി കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുകയും വലിയ കുടിശ്ശിക വരുത്തി വെക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റുകൾ ലേലം ചെയ്തു. ധാരാളം പേർ ലേലത്തിൽ പങ്കെടുക്കുകയും ഉയർന്ന വിലയ്ക്ക് ലേലം പിടിച്ചവർക്ക് എസ്റ്റേറ്റുകൾ വിൽക്കുകയും ചെയ്തു. എന്നാൽ ലേലത്തിൽ അസാധാരണമായൊരു കള്ളക്കളി നടന്നതായിട്ട് കളക്ടർ കണ്ടെത്തി. എസ്റ്റേറ്റുകൾ ലേലത്തിൽ പിടിച്ചവരിൽ ഭൂരിഭാഗവും രാജയുടെ ഏജന്റുമാരായിരുന്നു. അവർ രാജയുടെ ബിനാമിമാരായി പ്രവർത്തിക്കുകയായിരുന്നു. രാജയുടെ എസ്റ്റേറ്റുകൾ പരസ്യമായി ലേലം ചെയ്ത് വിറ്റുവെങ്കിലും തന്റെ ഭൃത്യന്മാരെ ഉപയോഗിച്ച് രാജ അവയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കുകയുണ്ടായത്. അപ്പോൾ ബർദ്വാനിലെ ലേലത്തിന്റെ പ്രസക്തി വിശദീകരിക്കുക. അതിലെ കള്ളക്കളി എന്തായിരുന്നു? അതാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരിക. നെക്സ്റ്റ് സെമീന്ദാരി സിസ്റ്റത്തെ കുറിച്ച് ആണ്. പെർമനന്റ് സെറ്റിൽമെന്റ്
എന്താണെന്നാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആണ് സെമീന്ദാരി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതിന് ശേഷം ഭൂനികുതി കൊടുക്കാത്തതിന്റെ പേരിൽ സെമീന്ദാർമാരുടെ ധാരാളം എസ്റ്റേറ്റുകൾ ഗവൺമെന്റ് ലേലം ചെയ്ത് വിൽക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവരാൻ കാരണം? ബംഗാളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത്, ഫസ്റ്റ് നടപ്പിലാക്കിയതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ധാരാളം നികുതി വ്യവസ്ഥകൾ ബ്രിട്ടീഷുകാർ ബംഗാളിൽ നടപ്പിലാക്കിയെങ്കിലും ഈ ഭൂനികുതി വ്യവസ്ഥകളെല്ലാം പരാജയമായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് നികുതി വ്യവസ്ഥകൾ അവർ ബംഗാളിൽ നടപ്പിലാക്കുകയുണ്ടായി. സ്ഥിരമായൊരു വരുമാനം ഉറപ്പുവരുത്തുന്ന പുതിയൊരു നികുതി സമ്പ്രദായത്തെ കുറിച്ച് അവർ ആലോചിച്ചു. ബംഗാളിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ക്ഷാമവും പട്ടിണിയും ജനങ്ങളെ വലയ്ക്കുകയുണ്ടായി. ബംഗാളിലെ സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ കമ്പനി ഉദ്യോഗസ്ഥർ നിർബന്ധിതരായി. ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് അവർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് രൂപം നൽകിയത്. കമ്പനിക്ക് ലഭിക്കേണ്ട ഭൂനികുതി സ്ഥിരപ്പെടുത്തിയാൽ ഒരു നിശ്ചിത തുക സ്ഥിരമായി ഖജനാവിലേക്ക് എത്തുമെന്ന് അവർ കണക്കുകൂട്ടി. കൂടാതെ മുതൽ മുടക്കുന്നവർക്കും സ്ഥിരമായ ഒരു വരുമാനം കിട്ടും. ഭൂനികുതി സ്ഥിരമാണ്, ഭാവിയിൽ അത് വർദ്ധിപ്പിക്കുകയില്ല, അതൊരു ശാശ്വതമായിട്ടുള്ള നികുതിയാണ്. ബംഗാളിലെ സമ്പദ് വ്യവസ്ഥ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ അവർ തീരുമാനിച്ചു. 1793 കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കി. പെർമനന്റ് സെറ്റിൽമെന്റ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് പെർമനന്റ് സെറ്റിൽമെന്റ്? കോൺവാലിസ് പ്രഭു. ഇൻ വിച്ച് ഇയർ? 1793. ബംഗാളിലെ രാജ്മാർ, താലൂക്ക്ദാർമാർ എന്നിവരുമായിട്ടാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടാക്കിയത്. അപ്പോൾ ആരുമായിട്ടാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടാക്കിയത്? താലൂക്ക്ദാർമാർ, പിന്നെ ബംഗാളിലെ രാജ്മാർ. അവരെ സെമീന്ദാർമാർ എന്ന വിഭാഗമാക്കി കണക്കാക്കി. അപ്പോൾ അവരാണ് സെമീന്ദാർമാരായിട്ട് മാറിയത്, രാജയും താലൂക്ക്ദാർമാരും. അപ്പോൾ അതിലെ നിയമങ്ങൾ എന്തെല്ലാം എന്നാണ്: സെമീന്ദാർമാർ ഒരു നിശ്ചിത തുക ഭൂനികുതിയായി വർഷം തോറും ഗവൺമെന്റിന് നൽകണം. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പോയിന്റ്. ഭൂനികുതി സ്ഥിരമാണ്, അതൊരു കാരണവശാലും വർദ്ധിപ്പിക്കുകയില്ല. അപ്പോൾ എന്താണ് പെർമനന്റ് സെറ്റിൽമെന്റ്? സെമീന്ദാർമാർ ഒരു നിശ്ചിത തുക ഭൂനികുതിയായി വർഷം തോറും ഗവൺമെന്റിന് നൽകണം. ഭൂനികുതി സ്ഥിരമാണ്, അത് ഒരു കാരണവശാലും വർദ്ധിപ്പിക്കുകയില്ല. നെക്സ്റ്റ് പോയിന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം സെമീന്ദാർമാർ ഭൂമിയുടെ ഉടമകളല്ല, ഗവൺമെന്റിന് വേണ്ടി നികുതി പിരിക്കുന്ന ഒരാളുടെ പദവിയാണ് അയാൾക്കുള്ളത്. അപ്പോൾ സെമീന്ദാർമാർ ഭൂമിയുടെ ഉടമകളല്ല, ഗവൺമെന്റിന് വേണ്ടി നികുതി പിരിക്കുന്ന ആളുകളാണ്. സെമീന്ദാർമാരുടെ കീഴിൽ ധാരാളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. അവയെ സെമീന്ദാരികൾ എന്നറിയപ്പെട്ടു. അപ്പോൾ എന്താണ് സെമീന്ദാരികൾ? സെമീന്ദാർമാരുടെ കീഴിലുള്ള ഗ്രാമങ്ങളാണ് സെമീന്ദാരികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. എസ്റ്റേറ്റിലെ കർഷകർ സെമീന്ദാർമാരുടെ കുടിയാന്മാരായി മാറി. സെമീന്ദാർമാർ കർഷകരിൽ നിന്ന് നികുതി പിരിച്ചെടുത്തു. നിശ്ചിത തുക ഗവൺമെന്റിന് നൽകിയതിനു ശേഷം ബാക്കിയുള്ള തുക അവർ സ്വന്തമായി എടുത്തു. ഗവൺമെന്റിന് നൽകേണ്ട സംഖ്യകൾ മുടക്കം വരുത്താൻ പാടില്ല. വീഴ്ച വരുത്തിയാൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി ലേലം ചെയ്യും. ഇതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട നിയമങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് സെമീന്ദാർമാർ ഭൂനികുതിയിൽ വീഴ്ച വരുത്തിയത് എന്തുകൊണ്ടാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സെമീന്ദാർമാർക്ക് നല്ല വരുമാനം നേടിക്കൊടുക്കുമെന്നും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഗവൺമെന്റ് പ്രതീക്ഷിച്ചു. എന്നാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ പതിറ്റാണ്ടുകൾ തന്നെ ഭൂനികുതി അടയ്ക്കാതിൽ ഭൂനികുതി നൽകുന്നതിൽ സെമീന്ദാർമാർ വീഴ്ച വരുത്തി. നികുതി അടയ്ക്കാത്തതിൽ സെമീന്ദാർമാർക്കുണ്ടായ പരാജയത്തിന് നിരവധി കാരണങ്ങളാണ് പറയുന്നത്. കമ്പനി നിശ്ചയിച്ച ഭൂനികുതി വളരെ ഉയർന്നതായിരുന്നു. ഇതാണ് ഒരു ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. കമ്പനി നിശ്ചയിച്ച ഭൂനികുതി വളരെ ഉയർന്നതായിരുന്നു. കമ്പനിയുടെ വിഹിതം സ്ഥിരമായതിനാൽ കാർഷികോൽപാദനത്തിന്റെ വർധനവിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ വിഹിതം കമ്പനികൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അവർ അങ്ങനെ എന്തുകൊണ്ടാണ് അത്രയും വലിയ തുക നികുതിയായിട്ട് ഇടാൻ കാരണം? കമ്പനിയുടെ
ഈ കമ്പനി നിശ്ചയിച്ച ഭൂനികുതി വളരെ ഉയർന്നതായിരുന്നു. കാരണം എന്താ, കമ്പനിയുടെ വിഹിതം സ്ഥിരമായതിനാൽ കാർഷികോൽപാദനത്തിന്റെ വർധനയിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ വിഹിതം കമ്പനിക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് അത്രയും ഉയർന്ന തുക നികുതിയായിട്ട് അവർ കണക്കാക്കിയത്. കൂടാതെ കാർഷികോൽപ്പന്നങ്ങളുടെ വില ഈ സമയത്ത് കുത്തനെ ഇടിഞ്ഞു. സ്വാഭാവികമായി സെമീന്ദാർമാർക്ക് നികുതി കൊടുക്കാൻ കർഷകർക്ക് കഴിഞ്ഞില്ല. കർഷകരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കാൻ കഴിയാതെ വന്നതിനാൽ കമ്പനിക്ക് നികുതി കൊടുക്കുന്നതിൽ സെമീന്ദാർമാർ പരാജയപ്പെട്ടു. അതാണ് അടുത്ത കാരണമായി പറയുന്നത്. മൂന്നാമതായി പറയുന്നത്, സെമീന്ദാർമാർ കമ്പനിക്ക് നൽകേണ്ട ഭൂനികുതി സ്ഥിരമായിരുന്നു. കൃഷി തകർന്നാലും വിളവ് മോശമായാലും നികുതി കൃത്യമായി അടയ്ക്കണമായിരുന്നു. അങ്ങനെ കാർഷികോൽപാദനത്തിലെ തകർച്ച മൂലം നികുതി അടയ്ക്കാൻ കഴിയാതിരുന്ന പല സെമീന്ദാർമാർക്കും അവരുടെ സെമീന്ദാരികൾ നഷ്ടമായി. ഇതൊക്കെയാണ് അവരുടെ പരാജയത്തിന്റെ കാരണമായി പറയുന്നത്. നാലാമതായിട്ട്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സെമീന്ദാർമാരുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയും അവരുടെ സ്വയംഭരണാധികാരത്തെ നിയന്ത്രിക്കുകയും ചെയ്തു. സെമീന്ദാർമാരുടെ സേനയെ അവർക്ക് പിരിച്ചുവിടേണ്ടി വന്നു. കസ്റ്റംസ് നികുതി പിരിക്കാനുള്ള അവരുടെ അവകാശവും കമ്പനി അവസാനിപ്പിച്ചു. ഈ നടപടികളെല്ലാം സെമീന്ദാർമാരുടെ അധികാരത്തെ പരിമിതപ്പെടുത്തുകയും നികുതി പിരിക്കാനുള്ള അവരുടെ ശേഷിയെ ബാധിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാരണമാണ് സെമീന്ദാർമാരുടെ പരാജയത്തിനുള്ള കാരണമായിട്ട് സെമീന്ദാർമാർ എന്തുകൊണ്ടാണ് ഭൂനികുതിയിൽ വീഴ്ച വരുത്തിയത് എന്നതിൻ്റെ പോയിന്റ്സുകളാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഭാഗത്തിലൊരു ഭാഗമാണ് ജോട്ടേദാർമാരുടെ ഉയർച്ച, ദ റൈസ് ഓഫ് ജോട്ടേദാർസ്. ജോട്ടേദാർമാരുടെ ഉയർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? സെമീന്ദാർമാരോടുള്ള അവരുടെ സമീപനം എന്തായിരുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ബംഗാളിലെ സമ്പന്ന കർഷകരുടെ വിഭാഗത്തെയാണ് ജോട്ടേദാർമാർ എന്ന് വിളിക്കുന്നത്. ഹു വാസ് ജോട്ടേദാർ? ദ വെൽത്തി പെസന്റ് ഇൻ ബംഗാൾ. വടക്കേ ബംഗാളിലെ ദിനജ്പൂർ ജില്ലയിൽ സർവേ നടത്തിയ ഫ്രാൻസിസ് ബുക്കാനന്റെ റിപ്പോർട്ടിൽ ജോട്ടേദാർമാരെ കുറിച്ച് വ്യക്തമായൊരു വിവരണം ലഭിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഫൗലോദാർ, ഗ്രാൻഡിദാർ, മണ്ഡൽ എന്നീ പേരുകളിൽ അവർ അറിയപ്പെട്ടിരുന്നു. ജോട്ടേദാർമാർ താമസിയത് ബംഗാളിലെ ഗ്രാമപ്രദേശങ്ങളിലെ വലിയ പ്രമാണിമാരായി തീർന്നു. പലരും വിശാലമായ ഭൂപ്രദേശങ്ങളുടെ ഉടമകളായി തീർന്നു കേട്ടോ. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അവരുടെ കൈവശമുണ്ടായിരുന്നു. പ്രാദേശിക വ്യാപാരവും പണം പലിശയ്ക്ക് കൊടുക്കലും ജോട്ടേദാർമാരുടെ നിയന്ത്രണത്തിലായിരുന്നു. പാവപ്പെട്ട കർഷകരുടെ മേൽ ഇവർ അധികാരം പ്രയോഗിച്ചു. ജോട്ടേദാർമാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന പങ്ക് പാട്ടക്കാരാണ്. മൊത്തം വിളവിന്റെ പകുതിയിലേറെ അവർ ജോട്ടേദാർമാർക്ക് കൊടുക്കണമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ജോട്ടേദാർമാർ സെമീന്ദാർമാരെക്കാൾ കരുത്തരായിരുന്നു. നഗരങ്ങളിൽ ജീവിച്ചിരുന്ന സെമീന്ദാർമാർക്ക് ഗ്രാമങ്ങളിൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഗ്രാമങ്ങളുടെ ജമ അല്ലെങ്കിൽ നികുതി വർദ്ധിപ്പിക്കാനുള്ള സെമീന്ദാരുടെ ശ്രമങ്ങളെ ജോട്ടേദാർമാർ ശക്തമായി എതിർത്തു. നികുതി നൽകുന്ന മനഃപൂർവ്വം വൈകിപ്പിക്കുകയും ചെയ്തു. നികുതി നൽകാത്തതിന്റെ പേരിൽ സെമീന്ദാർമാരുടെ എസ്റ്റേറ്റുകൾ ലേലത്തിൽ വിൽക്കുമ്പോൾ അത് വാങ്ങിച്ചിരുന്ന ജോട്ടേദാർമാരാണ്. ബംഗാളിലെ ഏറ്റവും ശക്തമായ വർഗമായി ജോട്ടേദാർമാർ ഉയർന്നു വന്നു. ഇത് സെമീന്ദാർമാരുടെ അധികാരത്തെ ദുർബലപ്പെടുത്തി. ബംഗാളിലെ ദിനജ്പൂരിലെ ജോട്ടേദാർമാർ സെമീന്ദാർമാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പിനെ കുറിച്ച് ബുക്കാനൻ തൻ്റെ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജോട്ടേദാർമാരെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത്, തങ്ങളുടെ എസ്റ്റേറ്റുകൾ ലേലം ചെയ്ത് പോവാതിരിക്കെ സെമീന്ദാർമാർ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഈ പ്രസ്താവന വിലയിരുത്തുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് സെമീന്ദാർമാരുടെ എസ്റ്റേറ്റുകൾ ലേലം ചെയ്ത് പോവാതിരിക്കാൻ അവർ പ്രയോഗിച്ച തന്ത്രങ്ങൾ അല്ലെങ്കിൽ സെമീന്ദാർമാരുടെ ചെറുത്തുനിൽപ്പുകളെ കുറിച്ചാണ്. തങ്ങളുടെ എസ്റ്റേറ്റുകൾ ലേലം ചെയ്ത് പോവാതിരിക്കാനുള്ള സാധ്യത സെമീന്ദാർമാർ മുൻകൂട്ടി കണ്ടിരുന്നു. അതിനാൽ സെമീന്ദാർമാർക്ക് മേലുള്ള നിയന്ത്രണം ശക്തിപ്പെടുത്താൻ പല തന്ത്രങ്ങളും അവർ പ്രയോഗിക്കുകയുണ്ടായി. അതിനാൽ സെമീന്ദാരികൾക്ക് മേലുള്ള നിയന്ത്രണം ശക്തിപ്പെടുത്താൻ അവർ പല തന്ത്രങ്ങൾ പ്രയോഗിച്ചു. കപട വിൽപ്പന എന്ന ഒരു തന്ത്രമാണ് അവർ ആദ്യം പ്രയോഗിച്ചത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ബർദ്വാനിലെ രാജ അദ്ദേഹത്തിന്റെ ചില സെമീന്ദാരികൾ
മാതാവിനെ കൈമാറി സ്ത്രീകളുടെ പേരിലുള്ള ഭൂമി പിടിച്ചെടുക്കാൻ പാടില്ലെന്ന നിയമമുണ്ടായിരുന്നു. കൂടാതെ സെമീന്ദാർമാർ അവരുടെ ഏജന്റുമാരെ ഉപയോഗിച്ച് ലേലങ്ങളിൽ കൃത്രിമം കാണിച്ചു. സെമീന്ദാർമാരുടെ എസ്റ്റേറ്റുകൾ ലേലം ചെയ്യുമ്പോൾ അവരുടെ ഏജന്റുമാർ അവ ലേലത്തിൽ പിടിക്കും. എന്നാൽ ലേലത്തുക കിട്ടാതെ വരുമ്പോൾ സെമീന്ദാർമാർക്ക് തന്നെ ചുരുങ്ങിയ വിലയ്ക്ക് എസ്റ്റേറ്റ് തിരിച്ചു നൽകാൻ ഗവൺമെന്റ് നിർബന്ധിതരാകുകയും ചെയ്യും. ലേലത്തിൽ പിടിച്ചവരിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ അവർ തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്നൊരു ടെൻഡൻസിയും ഉണ്ടായിരുന്നു. ഗുണ്ടകളെ ഉപയോഗിച്ച് അവ തിരിച്ചു പിടിക്കുന്ന ടെൻഡൻസിയും ഉണ്ടായിരുന്നു. കൂടാതെ സെമീന്ദാർമാരോട് കൂറ് പുലർത്തിയിരുന്ന കർഷകർ എന്ത് വില കൊടുത്തു സെമീന്ദാരുകളുടെ വിൽപ്പന തടയുകയുണ്ടായി. 19-ാം നൂറ്റാണ്ടിൽ ഗ്രാമങ്ങളുടെ മേലിട അവരുടെ അധികാരം ശക്തി ആർജിച്ചെങ്കിലും 1930-കളിലെ ഗ്രേറ്റ് ഡിപ്രഷന്റെ കാലത്ത് സെമീന്ദാർമാർ പൂർണ്ണമായും തകർന്നു. ജോട്ടേദാർമാർ ഗ്രാമപ്രദേശങ്ങളിൽ ശക്തരായി തീർന്നു. അങ്ങനെയാണ് ജോട്ടേദാർമാരുടെ ഉയർച്ച. അപ്പോൾ ജോട്ടേദാർമാരുടെ ഉയർച്ചയെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നാൽ ദ റൈസ് ഓഫ് ദ ജോട്ടേദാർ, അതാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് പറയുന്നത് അഞ്ചാർ റിപ്പോർട്ടിനെ കുറിച്ചാണ്. ദ 5th റിപ്പോർട്ട്. അഞ്ചാർ റിപ്പോർട്ട് എന്നത് എന്താണ്? ഇതിന്റെ ഉള്ളടക്കവും പ്രാധാന്യവും വിവരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അഞ്ചാർ റിപ്പോർട്ട് എന്താണ്? അതിന്റെ ഉള്ളടക്കവും പ്രാധാന്യവും വിവരിക്കുക. 1813 ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള ഒരു റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ടു. ഇതിനെ അഞ്ചാർ റിപ്പോർട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് അഞ്ചാർ റിപ്പോർട്ട്? 1813 ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ടു. ഇതാണ് അഞ്ചാർ റിപ്പോർട്ട്. ഈ പരമ്പരയിൽ 5ാമത്തേതായതുകൊണ്ട് ഇതിനെ അഞ്ചാർ റിപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ 1000 പേജുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സെമീന്ദാർമാരുടെയും കർഷകരുടെയും നിവേദനങ്ങളാണ് ഉണ്ടായിരുന്നു. പിന്നെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നികുതി വരുമാനത്തെ കുറിച്ചുള്ള സ്ഥിതി വിവര കണക്കുകളുടെ ഒരു പട്ടിക ഉണ്ടായിരുന്നു. കൂടാതെ ബംഗാളിലെയും മദ്രാസിലെയും റവന്യൂ നീതിന്യായ ഭരണത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാർ എഴുതിയ കുറിപ്പുകളും ഉണ്ടായിരുന്നു. ബംഗാൾ കീഴടക്കിയത് കൊണ്ടുള്ള നേട്ടം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമാണെന്നും രാജ്യത്തിന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്നും ഇംഗ്ലണ്ടിലെ പല രാഷ്ട്രീയ വിഭാഗങ്ങളും ആക്ഷേപം ഉന്നയിച്ചു. കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണമെന്ന ആവശ്യം വ്യാപകമായി ഉയർന്നു വന്നു. ഇന്ത്യയിലെ കമ്പനി ഭരണത്തെ നിയന്ത്രിക്കുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമങ്ങളുടെ ഒരു പരമ്പര തന്നെ നടപ്പിലാക്കി. ഇന്ത്യയിലെ ഭരണത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ വിശദമായ റിപ്പോർട്ട് കമ്പനി ബ്രിട്ടീഷ് പാർലമെന്റിൽ സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ടു. കൂടാതെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി സെലക്ട് കമ്മിറ്റികളും നിയമിക്കപ്പെട്ടു. ഇങ്ങനെ നിയമിക്കപ്പെട്ട സെലക്ട് കമ്മിറ്റിയാണ് 5ാം റിപ്പോർട്ട് തയ്യാറാക്കിയത്. 5ാം റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ള തെളിവുകൾ വില മതിക്കാനാവാത്തതാണ്. പക്ഷെ ആധുനിക ഗവേഷകർ ഇതിൽ ധാരാളം അതിശയോക്തികൾ കണ്ടെത്തി. കാരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ വിമർശിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഇതിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വിമർശകരുടെ അഭിപ്രായം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ഹെഡിങ് ആണ് കൈക്കോട്ട് കലപ്പയോ ദ ഹോ ആൻഡ് പ്ലോ. ദ ബാറ്റിൽ വിത്ത് ഹോ ആൻഡ് പ്ലോ ബിറ്റ്വീൻ ആരൊക്കെയാണ്? പഹാരിയൻസും സാന്താൾസും തമ്മിലുള്ള ബാറ്റിലിനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. കൈക്കോട്ടും കലപ്പയും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പഹാരിയാസും സാന്താളുകളും തമ്മിലുള്ള പോരാട്ടത്തെ കൈക്കോട്ട് കലപ്പയും തമ്മിലുള്ള പോരാട്ടം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കൊളോണിയൽ കാലഘട്ടത്തിൽ കാർഷിക മേഖലകൾ മേച്ചിൽപ്പുറങ്ങളിലേക്കും രാജ്മഹൽ കുന്നുകളിലെ കാടുകളിലേക്കും വ്യാപിച്ചു. ഈ വ്യാപനം പലതരം സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൈക്കോട്ടും കലപ്പയും തമ്മിലുള്ള പോരാട്ടം. അതായത് പഹാരിയൻസും സാന്താളുകളും തമ്മിലുള്ള പോരാട്ടത്തെയാണ് നമ്മൾ കൈക്കോട്ടും കലപ്പയും തമ്മിലുള്ള പോരാട്ടം എന്ന് പഠിക്കുന്നത്. 19ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ ഫ്രാൻസിസ് ബുക്കാനൻ രാജ്മഹൽ കുന്നുകളിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. അപ്പോൾ രാജ്മഹൽ കുന്നിലെ പഹാരിയാസിനെ കുറിച്ച് എഴുതിയ വ്യക്തിയാണ് ഫ്രാൻസിസ് ബുക്കാനൻ. ജനങ്ങൾ ശത്രുതയോടെയാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. രാജ്മഹൽ കുന്നിൻ പ്രദേശത്തെ താമസിച്ചിരുന്ന ജനങ്ങളെ പഹാരിയാസ് എന്നാണ് വിളിച്ചിരുന്നത്.
ബുക്കാനന്ദൻ ചാനൽ പഹാരിയാസിനെ കുറിച്ച് പല വിവരണങ്ങളും നമുക്ക് നൽകുന്നു. അദ്ദേഹം കണ്ടെത്തിയ സ്ഥലങ്ങൾ, ഇടപഴകിയ ജനങ്ങൾ, അവരുടെ ആചാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചാനലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഹാരിയാസിന്റെ ചരിത്രം നിർണയിക്കുന്നതിന് 19 നൂറ്റാണ്ടിലെ റവന്യൂ രേഖകളും ചരിത്രകാരന്മാർക്ക് വിലപ്പെട്ട പല വിവരണങ്ങളും നൽകുന്നുണ്ട്. അപ്പോൾ പഹാരിയാസ് രാജ്മഹൽ കുന്നുകളിലാണ് താമസിച്ചിരുന്നത്. ഉപജീവനത്തിനായി കാടുകളെയാണ് അവർ ആശ്രയിച്ചിരുന്നത്. വനവിഭവങ്ങളായിരുന്നു അവരുടെ ഭക്ഷണം. അവർ സ്ഥലമാറ്റ കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നടത്തിയിരുന്നു. അപ്പോൾ ഹു പ്രാക്ടീസ്ഡ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ? പഹാരിയാസ്. അവർ വനങ്ങൾ വെട്ടിത്തെളിച്ച് മണ്ണ് കൈക്കോട്ട് കൊണ്ട് ഇളക്കി. പയറുവർഗ്ഗങ്ങളും തിര പോലുള്ള ധാന്യങ്ങളും അവർ കൃഷി ചെയ്തു. ഭൂമിയുടെ ഫലഭൂഷ്ഠത വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവയെ തരിശായിട്ട് അവർ പുതിയ സ്ഥലങ്ങളിലേക്ക് നീങ്ങി. പട്ടുനൂൽ പുഴുവിന്റെ കൂടുകൾ, മരക്കറ എന്നിവ വിൽപ്പനയ്ക്കായി അവർ ശേഖരിച്ചു. പുളിമരത്തോപ്പുകൾക്കിടയിൽ കുടിൽ കെട്ടിയാണ് അവർ താമസിച്ചിരുന്നത്. അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ഈ വനപ്രദേശമായിരുന്നു. പുറമെ നിന്ന് തങ്ങളുടെ പ്രദേശത്തേക്ക് അതിക്രമിച്ച് കടക്കുന്നവരെ പഹാരിയാസ് ശക്തമായി എതിർത്തിരുന്നു. പഹാരിയാസിനെ നയിച്ചിരുന്ന മൂപ്പന്മാരായിരുന്നു. അവർക്കിടയിലെ തർക്കങ്ങളും വഴക്കുകളും മൂപ്പന്മാരാണ് പരിഹരിച്ചിരുന്നത്. മറ്റു ഗോത്രങ്ങളുമായിട്ട് പഹാരിയാസ് നടത്തിയ യുദ്ധങ്ങൾ നയിച്ചത് മൂപ്പന്മാരാണ്. സമതലങ്ങളെ സെമീന്ദാർമാർ പഹാരിയാസിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി അവരുടെ മൂപ്പന്മാർക്ക് കൃത്യമായി കപ്പം കൊടുത്തിരുന്നു. ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടുകൂടി കിഴക്കേ ഇന്ത്യയിൽ അധിവാസ കൃഷി വൻതോതിൽ വികാസം പ്രാപിച്ചു. കാട് വെട്ടിത്തെളിക്കുന്നതിനെ ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ചു. സെമീന്ദാർമാരും ചോട്ടേദാർമാരും തരിശുഭൂമികളെല്ലാം നെൽപ്പാടങ്ങളാക്കി മാറ്റി. വനവാസികളെ പ്രാകൃതരും ക്രൂരരുമായിട്ടാണ് ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത് കേട്ടോ. അവരെ സംസ്കാര സമ്പന്നരാക്കാൻ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചു. ഇതിനായി കലപ്പ ഉപയോഗിച്ചുള്ള കൃഷിയിലേക്ക് തിരിയാൻ അവർ വനവാസികളെ പ്രോത്സാഹിപ്പിച്ചു. ആര്? ബ്രിട്ടീഷുകാര്. കലപ്പ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വനവാസികളെ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായത്. കൃഷി വ്യാപിപ്പിക്കാൻ തുടങ്ങിയതോടെ വനഭൂമിയും മേച്ചിൽപ്പുറങ്ങളും കുറഞ്ഞു വന്നു. ഇത് കുന്നുകളിൽ താമസിക്കുന്നവരും അധിവാസ കൃഷിക്കാരും തമ്മിലുള്ള സംഘർഷത്തിന് മൂർച്ച കൂട്ടി. കുന്നുകളിലെ നിവാസികൾ അധിവാസ ഗ്രാമങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. പഹാരിയാസിനെ നിയന്ത്രിക്കാനും കീഴടക്കാനും കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാർ പാടുപെടുകയാണ് ഉണ്ടായത് കേട്ടോ. പഹാരിയാസിനെ അവർ വേട്ടയാടുകയും തേടിപ്പിടിച്ച് കൊല്ലുകയും ചെയ്തു. എന്നാൽ ഈ നയങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് ബ്രിട്ടീഷുകാർ അനുരഞ്ജന മാർഗം സ്വീകരിക്കുകയുണ്ടായി. ഇത് പ്രകാരം പഹാരിയാസ് മൂപ്പന്മാർക്ക് ഒരു വാർഷിക അലവൻസ് നൽകാൻ തീരുമാനിച്ചു. ഇതിനു പകരമായി മൂപ്പന്മാർ അവരുടെ കീഴിലുള്ള പഹാരിയാസിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും വേണം എന്നതായിരുന്നു കേട്ടോ നിയമം. തങ്ങളുടെ പ്രദേശങ്ങളിൽ അവർ ക്രമസമാധാനം നിലനിർത്തുകയും വേണം. എന്നാൽ പല പഹാരിയൻ മൂപ്പന്മാരും ബ്രിട്ടീഷുകാർ വച്ചു നീട്ടിയ അലവൻസ് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് സാന്താളുകൾ അവരുടെ പ്രദേശങ്ങളിലൂടെ കൂട്ടത്തോടെ കടന്നു വരാൻ തുടങ്ങി കേട്ടോ. ഈ സമയത്താണ് സാന്താളുകളുടെ വരവ്. അവർ കാടുകൾ വെട്ടിത്തെളിക്കുകയും മരങ്ങൾ മുറിക്കുകയും ഭൂമി ഉഴുതുമറിച്ച് നെല്ലും പരുത്തിയും കൃഷി ചെയ്യുകയും ചെയ്തു. കുന്നുകളുടെ കീഴ്ഭാഗം സാന്താളുകൾ കീഴടക്കിയാൽ പഹാരിയാസ് രാജ്മഹൽ കുന്നുകളുടെ ഉൾഭാഗത്തേക്ക് പിന്മടങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ സാന്താൾസിന്റെ വരവോടുകൂടി പഹാരിയാസ് രാജ്മഹൽ കുന്നുകളുടെ ഉൾഭാഗങ്ങളിലേക്ക് പിൻവാങ്ങി. പഹാരിയാസ് കൈക്കോട്ട് ഉപയോഗിച്ചാണ് സ്ഥലമാറ്റ കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് കൈക്കോട്ട് അവരുടെ ജീവിതത്തിന്റെ പ്രതീകമായി തീർന്നു. എന്നാൽ സാന്താളുകൾ കലപ്പ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിരുന്നത്. സ്വാഭാവികമായും കലപ്പ അവരുടെ ജീവിതത്തിന്റെ പ്രതീകമായി മാറി. പഹാരിയാസ് സാന്താളുകൾ തമ്മിലുള്ള പോരാട്ടത്തെ കൈക്കോട്ടും കലപ്പയും തമ്മിലുള്ള പോരാട്ടമായിട്ട് ആണ് പലരും ചിത്രീകരിക്കുന്നത്. കാരണം കൈക്കോട്ടും കലപ്പയുമായിരുന്നു അവരുടെ പ്രതീകങ്ങൾ. അതുകൊണ്ടാണ് കൈക്കോട്ടും കലപ്പയും തമ്മിലുള്ള പോരാട്ടമായിട്ട് ഇതിനെ ഹിസ്റ്റോറിയൻസ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് സാന്താൾ കലാപത്തെ കുറിച്ചാണ്. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. എങ്ങനെയാണ് സാന്താളുകൾ രാജ്മഹൽ കുന്നിലെത്തിയത്? 1810 രാജ്മഹൽ മലനിരകളിലെ ഒരു ഗ്രാമത്തിലെത്തിയ ബുഖാൻ അവിടുത്തെ കാർഷിക വളർച്ചകൾ ഞെട്ടുകയുണ്ടായി. പുകയിലയുടെയും കടുകിന്റെയും കൃഷിയുടെ അഭിവൃദ്ധി കണ്ട് ബുഖാൻ വിസ്മയിച്ചു. ഈ കാർഷിക വികസനത്തിന് പിറകിൽ സാന്താളുകളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി.
അവിടെ താമസിച്ചിരുന്ന മലനിവാസികളെ സാന്താളുകൾ കുടിയൊഴിപ്പിക്കുകയും കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കുകയും ചെയ്തു. അങ്ങനെ സാന്താളുകൾ രാജ്മഹൽ കുന്നുകളുടെ അടിവാരങ്ങളിൽ അധിവാസം ഉറപ്പിച്ചു. കാടുകൾ വെട്ടിത്തെളിക്കാനും കൃഷി ഇറക്കാനും അവിടുത്തെ സെമീന്ദാർമാർ ഇവരുടെ സഹായം ഉപയോഗപ്പെടുത്തി. ബ്രിട്ടീഷുകാർ സാന്താളുകളെ ഉപയോഗിക്കുകയുണ്ടായി. സാന്താളുകളെ കൂട്ടുപിടിച്ച് പഹാരിയാസിനെ ഒതുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. രാജ്മഹൽ കുന്നുകളെ താമസിപ്പുറപ്പിക്കാൻ ബ്രിട്ടീഷുകാർ സാന്താളുകളെ ക്ഷണിച്ചു. പഹാരിയാസ് മരം മുറിക്കാനോ കലപ്പ ഉപയോഗിക്കാനോ തയ്യാറായിരുന്നില്ല. എന്നാൽ സാന്താളുകൾ കാടുകൾ വെട്ടിത്തെളിക്കുകയും കലപ്പ ഉപയോഗിച്ച് നില ഉഴുത് കൃഷി ഇറക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ സാന്താളുകൾക്ക് രാജ്മഹൽ കുന്നുകളുടെ അടിവാരങ്ങളിൽ ധാരാളം ഭൂപ്രദേശങ്ങൾ കൈമാറി. ഈ പ്രദേശം ദാമിൻ ഇ കോഹി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ലിവിംഗ് പ്ലേസ് ഓഫ് സാന്താൾസ്, ദാമിൻ ഇൻ കോഹി. ഇത് സാന്താളുകളുടെ ദേശമായി മാറി. സാന്താളുകളുടെ കുടിപ്പാർപ്പുകൾ അതിവേഗം വികാസം പ്രാപിച്ചു. സാന്താളുകളുടെ കൃഷി വ്യാപനം കമ്പനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിട്ടോ. രാജ്മഹൽ കുന്നിൽ പഹരിയാസിന്റെ എതിർപ്പ് ഇവർക്ക് നേരിടേണ്ടി വന്നു. എങ്കിലും ഈ വെല്ലുവിളികളെ അവർ സധൈര്യം നേരിട്ടു. സാന്താളുകളുടെ വീര്യത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു പഹാരിയാസിന് കുന്നുകളുടെ ഭാഗങ്ങളിലേക്ക് പിൻവാങ്ങേണ്ടിയും വന്നു. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഉൾപ്രദേശം അവരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു. പഹാരിയാസിന്റെ സാന്താളുകൾ വിപണിയെ ലക്ഷ്യമാക്കി വാണിജ്യ വിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർ ഒന്നുകൂടി പ്ലാനിങ്ങിലാണ് സംഭവങ്ങൾ നീക്കിയത്. അവർ വിപണിയെ ലക്ഷ്യമാക്കിയുള്ള കൃഷിയാണ് ആരംഭിച്ച സാന്താളുകൾ. എന്നാൽ തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന യാഥാർത്ഥ്യം അധികം വൈകാതെ സാന്താളുകൾ മനസ്സിലാക്കി. ഗവൺമെന്റ് സാന്താളുകളുടെ ഭൂമിയിൽ നിന്ന് ഭൂനികുതി കൂടുതലായിട്ട് കനത്ത ഭൂനികുതിയാണ് ഈടാക്കിയിരുന്നത്. കൂടാതെ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും അവരെ പീഡിപ്പിച്ചിരുന്നു. സാന്താളുകളെ. സാന്താളുകളിൽ നിന്ന് ഹുണ്ടിയക്കാർ ഉയർന്ന പലിശയാണ് ഈടാക്കിയിരുന്നത്. പലിശ തിരിച്ചടയ്ക്കാൻ കഴിയാതിരുന്ന അവരുടെ ഭൂമികൾ അവർ പിടിച്ചെടുക്കുകയുണ്ടായി. സെമീന്ദാർമാരുടെ ചൂഷണത്തിന് സാന്താളുകൾ ഇരയായി. സെമീന്ദാർമാർ ദാമിൻ ഇൻ കോഹി പ്രദേശത്തും ആധിപത്യം ഉറപ്പിച്ചു. സാന്താളുടെ പ്രദേശമാണ് ഇത് ദാമിൻ ഇൻ കോഹി. അവിടെ സെമീന്ദാർമാർ ആധിപത്യം സ്ഥാപിച്ചു. കച്ചവടക്കാർ സാന്താൾമാരുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് തട്ടിയെടുത്തു. അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിച്ചു. റെയിൽ റോഡ് നിർമ്മാണത്തിനായി സാന്താളുകളെ പണിയെടുപ്പിച്ചു. യൂറോപ്യന്മാർ അവർക്ക് കൂലിയൊന്നും കൊടുത്തിരുന്നില്ല. ചൂഷണം അസഹ്യമായതോടെ സെമീന്ദാർമാരും ഹുണ്ടിയക്കാരും െതിരെയും കൊളോണിയൽ ഭരണത്തിനെതിരെയും പോരാടാൻ സാന്താളുകൾ തീരുമാനിച്ചു. കലാപം അടിച്ചമർത്താൻ ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ കലാപം ആക്രമണാസക്തമായി മാറുകയാണ് ഉണ്ടായത്. സാന്താളുകൾ സ്വന്തം സൈന്യത്തെ രൂപീകരിക്കുകയും അവരുടെ പീഡനങ്ങൾക്കെതിരെ ഗറില്ല പോരാട്ടം സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സാന്താളുകൾ ഏത് രീതിയിലാണ് പോരാട്ടം നടത്തിയത്? ഗറില്ല പോരാട്ടം, ഒളിപ്പോർ യുദ്ധമാണ് നടത്തിയത്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവും എന്ന രണ്ട് സഹോദരന്മാരായിരുന്നു. അപ്പോൾ ഹൂ ആർ ദ ലീഡേഴ്സ് ഓഫ് സാന്താൾ റെബല്യൻ? സിദ്ധു, കാനു. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. കലാപം 6 മാസത്തോളം നീണ്ടു നിന്നു. സാന്താൾ കലാപം 1855 മുതൽ 56 വരെ ആണ് നീണ്ടുനിന്നത്. ഇത് അടിച്ചമർത്തിയതിനു ശേഷം കൊളോണിയൽ ഗവൺമെന്റ് സാന്താളുകൾക്കായി ഒരു പ്രദേശം രൂപീകരിച്ചു. ഇത് സാന്താൾ പർഗാന എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ബഗൽപൂർ, ബിർദം എന്നീ ഡിസ്ട്രിക്റ്റുകൾ കൂട്ടിച്ചേർത്താണ് സാന്താൾ പർഗാന രൂപീകരിച്ചത്. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബഗൽപൂർ, ബിർദം കമ്പോസ്ഡ് ഡിസ്ട്രിക്റ്റുകൾ കൂട്ടിച്ചേർത്താണ് സാന്താൾ പർഗാന രൂപീകരിച്ചത്. ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും വലിയ ഗോത്ര കലാപമായിരുന്നു സാന്താൾ കലാപം. ഈ ശക്തമായ കലാപം അധികം വൈകാതെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാന്താൾ കലാപത്തെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സാന്താൾ കലാപം. നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് പറയുന്ന ബുക്കാനന്റെ വിവരണങ്ങളാണ്. ദ അക്കൗണ്ട്സ് ഓഫ് ദ ബുക്കാന. അപ്പൊ ആരാണ് ബുക്കാനൻ, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ എന്നെല്ലാമാണ് ഇനി പറയാൻ പോകുന്നത്. ബുക്കാനൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ബുക്കാന് വലിയൊരു സംഘവുമായാണ് സഞ്ചരിച്ചിരുന്നത്. രേഖാചിത്രം വരയ്ക്കുന്നവർ, സർവേയർ, പല്ലക്ക് ചുമക്കുന്നവർ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ സംഘത്തിലുണ്ടായിരുന്നു. കമ്പനിക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് ബുക്കാന യാത്രകൾ നടത്തിയത്.
എന്തെല്ലാം വിവരണങ്ങളാണ് ശേഖരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സർവേ നടത്താനാണ് ബുഖാനെ കമ്പനി ചുമതലപ്പെടുത്തിയത്. ഇതിനു പുറമെ കമ്പനിക്കും വാണിജ്യ താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഭൂപ്രദേശങ്ങൾ സർവേ നടത്താനും വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുമാണ് കമ്പനി വിദഗ്ധരെ നിയോഗിച്ചത്. വിവരങ്ങൾ ശേഖരിക്കാനായി ഭൂഗർഭ ശാസ്ത്രജ്ഞരെയും ഭൂമിശാസ്ത്രജ്ഞരെയും സസ്യശാസ്ത്രജ്ഞരെയും കമ്പനി നിയോഗിച്ചു. ബുക്കാനൻ അവയിലൊരാളാണ്. ചെന്നെത്തിയ എല്ലാ സ്ഥലങ്ങളിലെ ശിലകളും പാറകളും അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഇരുമ്പയിര്, അബ്ര, ഗ്രാനൈറ്റ് എന്നിവയുടെ അടയാളങ്ങളെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. പ്രകൃതിയെ ഉൽപാദനമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി എങ്ങനെ മാറ്റിയെടുക്കുക എന്ന പ്രശ്നത്തിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയത്. അപ്പോൾ പ്രകൃതിയെ പഴയ രീതിയിൽ നിന്ന് വിഭിന്നമായിട്ട് ഏതെല്ലാം രീതിയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കുക എന്ന രീതിയിലാണ് അതിനാണ് ബുക്കാനൻ പ്രാധാന്യം നൽകിയത്. എന്തെല്ലാം വിളവുകളാണ് കൃഷി ചെയ്യേണ്ടത്, എന്തെല്ലാം മരങ്ങളാണ് മുറിച്ചു നീക്കേണ്ടത്, ഏതൊക്കെയാണ് നട്ടു വളർത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്റെ റെക്കോർഡ്സിൽ വിശദീകരിക്കുന്നുണ്ട്. കമ്പനിയുടെ വാണിജ്യ താല്പര്യങ്ങളാണ് ഇതിനെ രൂപപ്പെടുത്തിയത്. കാടുകളെ കൃഷിഭൂമിയായി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു. സാന്താളുകളുടെ ജീവിത സാഹചര്യം വളരെ മോശമായിരുന്നു എന്ന് ബുക്കാനൻ പറയുന്നുണ്ട്. ഫ്രാൻസിസ് ബുക്കാനൻ സ്കോട്ട്ലൻഡിലെ ഒരു ചികിത്സകരായിരുന്നു തുടക്കത്തിൽ. പിന്നെയാണ് കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായി മാറിയത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ഡക്കാൻ ലഹള. ഡക്കാൻ ലഹള ഇത് മണി ലെൻഡേഴ്സിനെതിരെയുള്ളൊരു ലഹളയാണ്. ഡക്കാൻ മെയിൻലി ദ റിവോൾട്ട് അഗേൻസ്റ്റ് ദ മണി ലെൻഡേഴ്സ്. അപ്പോൾ എന്താണ് ഡക്കാൻ ലഹള എന്നാണ്. 19ാം നൂറ്റാണ്ടിലുടനീളം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കർഷക കലാപങ്ങൾ നടന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1875 ഡക്കാൻ ലഹളകൾ. ഡക്കാനിലെ പൂന, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ഇവിടേക്കാണ് പൂന, അഹമ്മദാബാദ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് ഡക്കാൻ ലഹള പൊട്ടിപ്പുറപ്പെട്ടത്? ഡക്കാൻ പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെട്ടത് കൊണ്ടാണ് ഡക്കാൻ ലഹള എന്ന് ഇതിനെ വിളിക്കുന്നത്. ഡക്കാൻ ലഹളകൾ പ്രധാനമായി ഹുണ്ടികക്കാർക്കെതിരെയുള്ള കലാപങ്ങളായിരുന്നു, മണി ലെൻഡേഴ്സിനെതിരെയുള്ള കലാപങ്ങളായിരുന്നു. എങ്കിലും ഈ കലാപം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നയങ്ങൾക്കെതിരെ കൂടിയായിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സാണ് ഡക്കാൻ ലഹളയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ്, എ ന്യൂ റവന്യൂ സിസ്റ്റം. പുതിയൊരു നികുതി സമ്പ്രദായം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കി. ബംഗാളിലല്ലാതെ മറ്റിടങ്ങളിൽ നടപ്പാക്കിയ പുതിയ നികുതി സമ്പ്രദായത്തെ കുറിച്ചാണ്. ബംഗാളിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ റയറ്റ്വാരി, മഹൽവാരി തുടങ്ങിയ ഭൂനികുതി സമ്പ്രദായങ്ങളാണ് ഗവൺമെന്റ് നടപ്പിലാക്കിയത്. അപ്പോൾ ഏതെല്ലാമാണ് റയറ്റ്വാരി, മഹൽവാരി? നേരത്തെ നമ്മൾ പഠിച്ചത് പെർമനന്റ് സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. രണ്ട് കാരണങ്ങളാണ് ഇതിനായിട്ട് പറയുന്നത്. സെമീന്ദാർമാരുടെ വരുമാനം വർദ്ധിച്ചെങ്കിലും ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം കമ്പനിയുടെ വരുമാനം നിജപ്പെടുത്തിയിരുന്നതിനാൽ അതിന്റെ നേട്ടം കമ്പനിക്ക് ലഭിച്ചില്ല. കാരണം എന്താണ്? ശാശ്വതമായിട്ടുള്ളൊരു നികുതിയാണ് അത്. എക്കാലത്തും ഒരേ രീതിയിൽ നിൽക്കുന്ന, വർദ്ധിപ്പിക്കാൻ സാധിക്കാത്ത ഒരു നികുതിയായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അതിനാൽ പുതിയതായി കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിൽ പുതിയ ഭൂനികുതി വ്യവസ്ഥകൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അങ്ങനെ ബോംബെ ഡക്കാനിൽ പുതിയൊരു ഭൂനികുതി വ്യവസ്ഥ അവർ നടപ്പിലാക്കി. ഇത് റയറ്റ്വാരി സമ്പ്രദായം എന്നറിയപ്പെട്ടു. കർഷകർ ഗവൺമെന്റിന് നേരിട്ട് നികുതി എടുക്കുന്ന ഒരു നയമായിരുന്നു ഇത്. കർഷകർക്കും ഗവൺമെന്റിനും ഇടയിൽ ഇടനിലക്കാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ റവന്യൂ സിസ്റ്റം ബോംബെ ഡക്കാൻ ഇൻ 1820 നോൺ ആസ് ഏതാണ് റയറ്റ്വാരി സിസ്റ്റം. കർഷകരെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചൊരു നികുതിയായിരുന്നു ഇത്. റയറ്റ്വാരി സിസ്റ്റം. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇത്. ഇടനിലക്കാരില്ല, ഗവൺമെന്റ് നേരിട്ടാണ് നികുതി പിരിക്കുന്നത്. കൃഷിഭൂമിയുടെ അധിപൻ കർഷകനായിരുന്നു. കൃഷി നശിച്ചാലും നികുതിയിൽ ഇളവുകളൊന്നും നൽകിയിരുന്നില്ല. നികുതി കൃത്യസമയത്ത് അടച്ചിരിക്കണം. അപ്പോൾ ഇത് കർഷകരെ ബുദ്ധിമുട്ടിച്ചൊരു നികുതിയായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഭൂമിയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ശരാശരി കണക്കാക്കി നികുതി നിശ്ചയിക്കപ്പെട്ടു.
വരുമാനത്തിന്റെ ഒരു ഭാഗം നികുതിയായി നിശ്ചയിക്കപ്പെട്ടു. ഓരോ 30 വർഷം തോറും ഭൂമിയുടെ പുനർസർവേ നടത്തുകയും നികുതി നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ റൈറ്റ് വാരി സമ്പ്രദായത്തിൽ നികുതി നിരക്ക് ശാശ്വതമായിരുന്നില്ല. അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലെ പോലെ ശാശ്വതമായിരുന്നില്ല. ഓരോ 30 വർഷം കൂടുന്തോറും നികുതി വർദ്ധിപ്പിക്കാനുള്ള നിയമം ഇതിലുണ്ടായിരുന്നു. അതാണ് ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് വാരി സിസ്റ്റത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ മറ്റൊരു നികുതി സമ്പ്രദായം ഏതാണ്? റൈറ്റ് വാരിയും മഹൽവാരിയും. അതിൽ റൈറ്റ് വാരിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് ഇതിൽ പറയുന്നത് പരുത്തി വ്യാപാരത്തിൽ പെട്ടെന്ന് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള കാരണം എന്ത്? അപ്പൊ അതിനെക്കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ബ്രിട്ടനിൽ പരുത്തി ഇറക്കുമതി ചെയ്തിരുന്ന അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അമേരിക്കൻ പരുത്തി വിതരണക്കാരെ അവർക്ക് അമിതമായി ആശ്രയിക്കേണ്ടി വന്നു. കാരണം എല്ലാ പരുത്തി ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇത് ബ്രിട്ടനിൽ ആശങ്ക പടർത്തുകയുണ്ടായി. പരുത്തി വിതരണം നിലച്ചാൽ തങ്ങളുടെ നില അപകടത്തിലാകുമെന്ന് അവർ വിശ്വസിച്ചു. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ഡീലിങ്സ് നിർത്തിവെച്ചാൽ പരുത്തി കിട്ടാൻ ബുദ്ധിമുട്ടാകുമെന്ന് ബ്രിട്ടൻ മനസ്സിലായി. ഇംഗ്ലണ്ടിന് ആവശ്യമായ പരുത്തി വിതരണം ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. ഇംഗ്ലണ്ടിലെ വ്യാപാരികൾ പരുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ബോംബെയിലെത്തി. പരുത്തിയുടെ വില അതിവേഗം കുതിച്ചുയർന്നു. കൂടാതെ ബ്രിട്ടീഷുകാർ കർഷകർക്ക് വായ്പകളും നൽകി തുടങ്ങി. അങ്ങനെയാണ് പരുത്തി വ്യാപാരത്തിൽ പെട്ടെന്ന് അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണം അമേരിക്കയുമായിട്ടുള്ള ഡീലിങ്സ് നിർത്തലാക്കുമ്പോൾ ഇന്ത്യയെ ആശ്രയിക്കാൻ പറ്റുമെന്ന് ബ്രിട്ടൻ മനസ്സിലാക്കുകയും അങ്ങനെ ഇന്ത്യയിൽ അതിനുവേണ്ട സഹായങ്ങളും വായ്പകളും നൽകുകയും ചെയ്തു. അങ്ങനെ പരുത്തി കൃഷി പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിച്ചു. നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കായിട്ട് പറയുന്നത് കണക്ക് പുസ്തകങ്ങൾ കത്തിച്ച് കളയുന്ന ഒരു സംഭവമാണ്. അക്കൗണ്ട്സ് ബുക്ക് ആർ ബേൺഡ്. എവിടെയാണ് പ്രമാണ പുസ്തകങ്ങൾ കത്തിച്ച സംഭവം ഉണ്ടായത്? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് ഹുണ്ടിയക്കാരുള്ള കർഷകരുടെ രോഷം കലാപമായി പൊട്ടിത്തെറിച്ചു. പൂന ജില്ലയിലെ സുപ്ര എന്ന ഗ്രാമത്തിലാണ് ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. ധാരാളം കടയുടമകളോ ഹുണ്ടിയക്കാരോ അവിടെ താമസിച്ചിരുന്നു. ഇവിടെ സുപ്ര എന്ന സ്ഥലത്ത് 1878 മെയ് 12 ഗ്രാമപ്രദേശങ്ങളിലെ കർഷകർ സുപ്രയിൽ ഒത്തുകൂടുകയും ഹുണ്ടിയക്കാരെയും കച്ചവടക്കാരെയും ആക്രമിക്കുകയും ചെയ്തു. കണക്ക് പുസ്തകങ്ങളും മറ്റു പ്രമാണങ്ങളും അവർ കത്തിച്ചു കളഞ്ഞു. പൂനെയിൽ നിന്ന് ലഹള അഹമ്മദ് നഗറിലേക്ക് പടർന്നു പിടിച്ചു. തുടർന്ന് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ഇതാണ് പ്രമാണ പുസ്തകങ്ങൾ കത്തിച്ച സംഭവമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡക്കാൻ റൈറ്റ്സ് കമ്മീഷൻ. ഡക്കാൻ ലഹളയുടെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ബോംബെ ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തി. ഇതിന്റെ ഫലമായ ഡക്കാൻ റൈറ്റ്സ് കമ്മീഷൻ നിയമിക്കപ്പെട്ടത്. ലഹളയെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തിയ കമ്മീഷന്റെ റിപ്പോർട്ട് 1878 ബ്രിട്ടീഷ് പാർലമെന്റിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടു. ഡക്കാൻ റൈറ്റ്സ് റിപ്പോർട്ട് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഡക്കാൻ റൈറ്റ് കമ്മീഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. കലാപത്തെക്കുറിച്ച് പഠിക്കുന്നതിനാവശ്യമായ അനേക സാമഗ്രികൾ ഈ റിപ്പോർട്ട് ചരിത്രകാരന്മാർക്ക് നൽകുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1879 ഡക്കാൻ കാർഷിക സമാശ്വാസ നിയമം പാസ്സാക്കപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡക്കാൻ റൈറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും ഒട്ടുമിക്ക ഭാഗങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ചാപ്റ്ററിന്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനുള്ള ആൻസർ കൂടി ഇതിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. ഇതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ സെമീന്ദാരി ആൻഡ് റൈറ്റ് വാരി. നെക്സ്റ്റ് ടൈം ലൈൻ ആയിട്ട് പറയുന്നത് 1793 എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്നത്. 1797 ബർദ്വാനിലെ ലേലം, 1813 അഞ്ചാർ റിപ്പോർട്ട്, 1855-56 സാന്താൾ കലാപം, 1875 ഡക്കാൻ ലഹള, 1878 ഡക്കാൻ റൈറ്റ് കമ്മീഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. ഓൾ ദി ബെസ്റ്റ്.